അരിമന എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. എൻ്റെ ഭാര്യ വിജില, പിള്ളേർ ജഫ്രിൻ ജിയോ, ജൻസിങ് ജിയോ. ഞാൻ ദൈവം അമ്മ മാതാവ് എനിക്ക് തന്ന രോഗസൗഖ്യത്തിനെക്കുറിച്ച് പറയാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾ ഉടമ്പടി എടുത്തത് 2023 ഫെബ്രുവരി 4 ഇവിടെ വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്തത്. അപ്പോൾ എൻ്റെ ഒരു ശരീരത്തിൻ്റെ ഒരു ഇതെന്തെന്ന് വെച്ചാൽ 33 വർഷം കൊണ്ടുള്ള മൈഗ്രെയിനും ഈ സൈനസിൻ്റെ പ്രോബ്ലവും കൂടെ. അപ്പോൾ ഒരു 15 ദിവസത്തിനൊരിക്കലെങ്കിലും എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കണം, ട്രിപ്പ് കയറ്റണം, എന്നാലേ എന്നെക്കൊണ്ട് ഈ സഹിച്ച് നടക്കാൻ പറ്റും. ഈ മൈഗ്രെയിൻ്റെ വേദന വരുമ്പം AC-ക്കകത്ത് കൊണ്ടിരുത്തിയാലും എനിക്ക് വേർത്തൊഴുകിയിട്ട് ഞാൻ സൈലൻ്റായി തളർന്നങ്ങ് ഇതാവും. അത്രയും ബുദ്ധിമുട്ടായ ഒരു സാഹചര്യത്തിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് യൂട്യൂബ് വഴി കൊറോണ സമയത്ത് ഈ കൃപാസനത്തെക്കുറിച്ച് ഞങ്ങൾ അറിഞ്ഞ് പിന്നെ വരാൻ വയ്യ, എന്തായാലും ട്രെയിനൊന്നും കയറി വരാൻ വയ്യ, ശരീരത്തിൻ്റെ അത്ര ക്ഷീണവും വേദനയും അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ വൈഫിൻ്റെ ഒരു നിർബന്ധ പ്രകാരം ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. അവൾക്ക് എങ്ങനെയായാലും ഉടമ്പടി കാശ് രൂപം കയ്യിലാക്കി കഴിഞ്ഞാൽ രോഗസൗഖ്യം കിട്ടും എന്നുള്ളൊരു പൂർണ്ണ ഒരു വിശ്വാസം. എങ്ങനെയാലും ഞങ്ങൾ ഇങ്ങോട്ട് കയറി വന്നു. ഒരുങ്ങി നിന്നിട്ട് ഞാൻ പറയുന്നുണ്ട്, ഇന്ന് പോകണോ, ഇനി ഒരു ആഴ്ച കഴിഞ്ഞിട്ട് പോകുമെന്ന്. ഇവൾ വഴക്ക് പറഞ്ഞാൽ എന്നെ കൊണ്ടുവന്ന് ഇങ്ങോട്ട് റെയിൽവേ സ്റ്റേഷൻ വന്നിരുന്നിട്ട് ട്രെയിന് വരാൻ ഏതാണ്ട് അടുത്ത് വരുമ്പം എൻ്റെ വേദനകളൊക്കെ മാറി എനിക്ക് കുറച്ച് ധൈര്യം വരുന്നുണ്ട്. എന്നിട്ട് അൾസറിൻ്റെ പ്രോബ്ലമുണ്ട്, ഗ്യാസിൻ്റെ പ്രോബ്ലമൊക്കെ ഉണ്ട്. ഒരു നേരം കഴിച്ചില്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റത്തില്ല. ഞങ്ങളന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വന്നിട്ട് ഇവളാണെങ്കിൽ ഉടമ്പടി ക്ലാസ്സിന് പോയി, ഞാൻ ഇവിടെ ഇരിക്കുകയും ചെയ്തു. ആദ്യം വരുന്നതായതുകൊണ്ട് പുറത്ത് എങ്ങനെ ഫുഡുണ്ടോ അത് ഇതൊന്നും നോക്കില്ല, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. 12:30 1 മണി വരെ ആയി ഉടമ്പടി ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഉടമ്പടി എല്ലാം കഴിഞ്ഞ് ഇവിടെ വരുമ്പം അതുവരെ ഞാൻ ഒന്നും കഴിച്ചില്ല, ഒരു ഭക്ഷണം കഴിച്ചില്ല, എനിക്ക് വിശപ്പുമില്ല. അന്ന് മുതൽ എൻ്റെ അൾസറ കാണാനില്ല. വീട്ടിൽ പോയിട്ട് പിന്നെ ഇവിടുന്ന് 12 മണി കഴിഞ്ഞിട്ട് ആ ചോറുണ്ടെന്ന്, അല്ലെങ്കിൽ ഇതുപോലെ കഴിക്കാതെ ഇരുന്നിട്ട് ചോറ് കഴിച്ച് കഴിയുമ്പം ഗ്യാസ് തള്ളി പറഞ്ഞിട്ട് എന്തൊക്കെയോ പ്രോബ്ലം കാണിക്കും. ഒരു കുഴപ്പവുമില്ല, നല്ലതായിട്ട് വീട് വരെ പോയി ചേർന്ന് സുഖമായി. അതുപോലെ ഈ മൈഗ്രെയിൻ്റെ സംഭവം എന്ന് വെച്ചാൽ അതും ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയിട്ട് 5ാമത്തെ ദിവസം ഈ മൈഗ്രെയിൻ്റെ സംഭവം എനിക്ക് മാറിക്കിട്ടി. ഈ സൈനസ് പ്രോബ്ലം എന്ന് വെച്ചാൽ 1 സെക്കൻഡ് വേദന കുറവില്ല. വേദന എന്ന് വെച്ചാൽ അങ്ങനത്തെ വേദന. മൂക്കൊലിപ്പ് അതുപോലെ. രാത്രി കിടക്കുമ്പോൾ കിടക്കാം, പക്ഷേ കിടന്ന് എണ്ണിക്കുമ്പം നിന്നിരിക്കാൻ പറ്റത്തില്ല. മൂക്കുന്ന് ഒഴുകി അങ്ങ് പായും. തലയുടെ ഈ ചുവട്ടിൽ വലിയൊരു തുണി വെച്ചിട്ടാണ് കിടക്കുന്നത്. രാവിലെ എണ്ണിട്ടെല്ലാം പിടിക്കാം, ഇത് മൊത്തം നിറയും, പിന്നെ സ്ഥലമില്ല, അതുപോലെ ആവും. പള്ളിപ്പോക്കൊന്നും നടക്കത്തില്ലായിരുന്നു. ഞാൻ നേരത്തേക്കാണെങ്കിൽ പള്ളിയിലായിരുന്നു ഫുൾ താമസം, അച്ഛന്മാരുടെ കൂടെ നടക്കലും അങ്ങനെയൊക്കെ. പക്ഷേ പള്ളിയിൽ പോക്കൊന്നും നടക്കത്തില്ല. ഇവരെ കൊണ്ട് ഞാൻ റോഡിൽ വിടും, പള്ളിമുറ്റത്ത്. അത് കഴിഞ്ഞിട്ട് വിളിക്കും, കുർബാന കഴിഞ്ഞിട്ട് എടുത്തുകൊണ്ട് വരും. അങ്ങനത്തെ രീതിയിലാണ് പോയിക്കൊണ്ടിരുന്ന സംഭവം. അപ്പോൾ ഡോക്ടറെ അടുത്തൊക്കെ പോയി നോക്കുമ്പം എന്തൊക്കെ കഷായം, ആശുപത്രിയിൽ പിന്നെ ഹോമിയോപ്പതി ആണെങ്കിൽ 4 കൊല്ലം, അലോപ്പതി ആണെങ്കിൽ ENT ഡോക്ടറെ കണ്ടിട്ട് സ്പ്രേ അടിക്കൽ, ഇങ്ങനെയൊക്കെ ഭയങ്കര നടന്നുകൊണ്ടിരുന്നു. ആയുർവേദമാണെങ്കിൽ പിന്നെ മണപ്പിക്കൽ, അങ്ങനെ ആവി പിടിക്കൽ, ഇതൊക്കെ അവർ പറയുന്ന സംഭവമല്ല. യൂട്യൂബ് നോക്കിയിട്ട് അത് സംഭവം വേറെ. ഈ അടുക്കള അലമാരി മൊത്തം ഇവൾ കഷായം ഇടുന്ന ഈ സാധനങ്ങളേ ഉള്ളൂ. കഷായം ഇട്ടിട്ട് ഇവൾ തളർന്നു. അങ്ങനത്തെ രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. ലാസ്റ്റിൽ വേദന സഹിക്കാൻ പോയത് ഞാൻ ഒരു ഡോക്ടറെ കണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഇത് സഹായിക്കാൻ പറ്റുമോ ചോദിച്ചപ്പോൾ പുള്ളി പറയുകയാണ്, ഇത് ഓപ്പറേഷൻ ചെയ്യേണ്ട കേസാണ്, ഓപ്പറേഷൻ ചെയ്താലും സക്സസ് അല്ല, 5 കൊല്ലം കഴിഞ്ഞ് പിന്നെയും വരും. എന്നിട്ടോ പിന്നെ ഇതിന് വലിയ ട്രീറ്റ്മെൻറ്റും ഉണ്ട്. കിംസിലല്ലെങ്കിൽ വെല്ലൂർ, അവിടെ പോകാൻ ആ പഠിച്ച കൊട്ടാനെ നമ്മളെ കൊണ്ട് കഴിയത്തില്ല, അതുപോലെ പൈസ ചിലവുമെന്ന്. ഇവിടെ ആണെങ്കിൽ കൂലിപ്പണി ടാപ്പിങ്ങാണ് ചെയ്യുന്നത്. അങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇത് നമുക്കൊന്നും ഇനി സാഹചര്യമില്ല, അങ്ങനത്തെ രീതിയിലാണ് ഇവിടെ വരുന്നത്. ഇവിടെ വരുമ്പം പിന്നെ ആദ്യം ഞങ്ങൾ വീട്ടിൽ പോയപ്പം ഈ വിശുദ്ധ വസ്തുക്കളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി, പ്രാർത്ഥന തുടങ്ങി, കുടുംബ പ്രാർത്ഥന തുടങ്ങി, കുമ്പസാരിക്കാൻ തുടങ്ങി, ഉടമ്പടി തേയില ഇടാൻ തുടങ്ങി, ഉപ്പ് തേനൊക്കെ ഉപയോഗിക്കും. ഉപ്പും തേനും ഇല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റത്തില്ല. എൻ്റെ പിള്ളേരും ഇവരൊക്കെ ചിരിക്കും. ഒരു ദിവസം ഉപ്പും തേനും തൈലം ഇല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റത്തില്ല, തിരക്കി കിടക്കും. അങ്ങനത്തെ മുളക് പൊട്ടിക്കും, ഉടമ്പടി എടുക്കാൻ പോകാമെന്ന്, അഥവാ താമസിച്ചു പോയാൽ അങ്ങനെ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ മാതാവിൻ്റെ സ്വപ്നം കാണുന്നു. എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ ഒരു സ്ഥലത്ത് വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ട്രാഫിക്ക് വണ്ടി പതുക്കെ പോകുന്നു. ഇതെന്താ ഇങ്ങനെ ട്രാഫിക്കായി കിടക്കുന്നത്? ഞാനിങ്ങനെ എത്തി നോക്കുമ്പോൾ
ഒരു പള്ളിപ്പെരുന്നാൾ കഴിഞ്ഞിട്ട് നമ്മുടെ പള്ളിയിലൊക്കെ ഈ സ്റ്റേജ് പ്രോഗ്രാം നടക്കുമല്ലോ, അത് ഈ റോഡ് സൈഡിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ആ വണ്ടി ഈ സ്റ്റേജിൻ്റെ അടുത്തുകൂടെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ എത്തി നോക്കുമ്പോൾ മാതാവിനെയാണ് കാണുന്നത്. ഈ ഗ്രേ കളർ മാതാവല്ല, നമ്മൾ ആ വരുന്ന വഴിയിലിരിക്കുന്നില്ലേ ആ പനനാഥർ ഓഡിറ്റോറിയത്തിൽ, ആ മാതാവാണ്. പക്ഷേ സമയക്കടികാരം ഇങ്ങനെ വച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനത്തെ കടികാരം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് ഒരു ഈ സ്റ്റീൽ കളറിലുള്ള വലിയ ഒച്ച വയ്ക്കുന്ന അലാരം വയ്ക്കുന്ന കടികാരമല്ലേ, അതാണ് വെച്ചിട്ട് നിന്നത്. അതുമുതൽ എനിക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ വരാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ജോസഫച്ചനെ സ്വപ്നം കണ്ടു. അതെങ്ങനെയെന്ന് വെച്ചാൽ എൻ്റെ സിറ്റൗട്ടിൽ കയറി വരുന്ന അച്ഛൻ വന്നിട്ട് ജസ്റ്റ് ഒന്ന് വന്നതാണ്. എന്തോ ഭയങ്കര ധൃതിയാണ്. ഒരു 3-4 പ്രാവശ്യം പറയുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കയറിയതാണ്, എനിക്ക് ദൂരെ അങ്ങ് പോകണം, ജസ്റ്റ് ഒന്ന് കയറിയതാണ്, ഞാൻ പോയിട്ട് വരുമ്പോൾ തിരികെ ഇങ്ങോട്ട് കയറുമെന്ന്. പക്ഷേ ഇങ്ങനെ പറഞ്ഞിട്ട് അച്ഛൻ പോയി. എനിക്ക് പകുതി അസുഖം മാറാൻ തുടങ്ങി, ഈ സൈനസിൻ്റെ പ്രോബ്ലം. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വല്ലപ്പോഴും ഇവിടുത്തെ പറയും 2-3 മാസമായി അച്ഛനെ കണ്ടില്ല, തിരിച്ചു വരാൻ. അപ്പം ഞാൻ പറയും ഇതെന്താടാ വലിയ ദൂരത്തിലാണ് പോയത്, ഇതുവരെ ആളിനെ കണ്ടില്ലല്ലോ, ഇങ്ങനെ കളി പറയുകയും ചെയ്യും ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ ഇരിക്കുമ്പോൾ 2023 ആദ്യമായിട്ടാണ് ഈ പ്രതീക്ഷിക്കുന്ന ഒരുക്ക പ്രാർത്ഥന വൈകുന്നേരം 6 മണിക്ക് തുടങ്ങുന്നത്. അപ്പം ഞാൻ തന്നെ കുളിച്ച് റെഡിയായി ഒരുങ്ങി ഈ പ്രതീക്ഷിക്കുന്ന ഒരുക്ക പ്രാർത്ഥനയ്ക്ക് ഇരിക്കും. ആ 1-ാം തീയതി 2-ാം തീയതി 3-ാം തീയതി ആയപ്പം അച്ഛനെ പിന്നെയും വൈകുന്നേരം സ്വപ്നം കാണുക എന്ന് രാത്രി. അച്ഛൻ തിരിച്ചു വരുന്നു. കുർബാനയ്ക്ക് ഇടുന്ന ഈ വസ്ത്രങ്ങളെല്ലാം ഇട്ടിട്ടാണ് വരുന്നത്. വലിയ സന്തോഷത്തിലാണ് വരുന്നത്. വന്ന് എനിക്ക് സൈനസ് ഈ ഉള്ള സ്ഥലത്ത് മൊത്തം ഈ തൈലം പൂശി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വലിയ ചിരിച്ച് അങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. 3-ാം പക്കം ആയപ്പം എനിക്ക് ഇവിടെ നിന്ന് ഈ ഓപ്പറേഷൻ ചെയ്ത് എടുക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം പറഞ്ഞതെല്ലാം കൂടെ ഇത്രയ്ക്ക് ചോരയും പഴുപ്പും എല്ലാം കൂടെ ആയിട്ട് മൂക്കിൽ നിന്ന് ഞങ്ങൾ ഇളകി വന്നു. അതിൽ പിന്നെ രോഗം അങ്ങനെ പതുക്കെ ഈ വേദനയൊക്കെ മാറി അങ്ങ് പോയി. എന്നാലും ഞാൻ പല്ല് തേക്കുന്നത് മുതൽ കുളിക്കുന്നതും ഏത് ചൂടായാലും ചൂടുവെള്ളത്തിലാണ്. പല്ല് തേക്കുന്ന ചൂടുവെള്ളം, കുടിക്കുന്നതെല്ലാം ചൂടുവെള്ളം, ഏത് ചൂടായാലും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പേടി പിന്നെയും ഇത് അസുഖം മാറി, എന്നാലും ഒരു അച്ചാനിയം ഇത് പിന്നെയും വരുമോ, പച്ചവെള്ളം കുടിച്ചാൽ ഇനിയും വെള്ളം വരുമോ, അങ്ങനത്തെ ഒരു രീതിയിൽ. പക്ഷേ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ജനുവരി 14-ന് നമ്മുടെ പള്ളിയിൽ നിന്ന് യൂത്തിനെയും കൊണ്ട് ഈ മൂന്നാറിന് പോകേണ്ട ഒരു സാഹചര്യം വന്നു. എനിക്ക് പേടിച്ചിട്ട് ഞാൻ പറഞ്ഞു വരുന്നില്ല, രാത്രി 10 മണി വരെ എങ്ങനെയായാലും ഈ ഒഴിവാക്കി കളയണമെന്ന് പറഞ്ഞിട്ട് അച്ഛനും എല്ലാവരും കൂടെ, പിന്നെ കൊച്ചു പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളാരും പോയില്ലെങ്കിൽ വീട്ടുകാർ പിള്ളേരെ വിടത്തില്ലെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ വിളിച്ച് നിർബന്ധപ്രകാരം ഞാൻ പോയിട്ട് രാവിലെ മൂന്നാർ പോയിട്ട് 7 മണിക്ക് കുളിച്ചത് ഐസ് വാട്ടറിൽ. അതിൽ പിന്നെ ഇന്ന് വരെ എനിക്ക് ഈ പച്ചവെള്ളത്തിലാണ് പല്ല് തേപ്പ്, കുളിപ്പ് 2-3 പ്രാവശ്യം കുളിക്കാം, അത്യാവശ്യം തണുത്ത വെള്ളം കുടിക്കാം, ഒന്നും ഒരു കുഴപ്പവുമില്ല. പിന്നെ ഈ പിള്ളേർക്കാണെങ്കിൽ അതുപോലെ. എൻ്റെ മൂത്ത മോന് ഇതുപോലെ മൈഗ്രെയിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. സ്കൂൾ വാനിൽ കയറി പോകുമ്പോഴാണെങ്കിലോ വരുമ്പോഴൊക്കെ ഈ മണം കേട്ടാൽ, ഈ പുകയുടെ മണം, ഇങ്ങനെ അടഞ്ഞ വണ്ടിയിൽ കയറിയാൽ ഉടനെ തലവേദന ഉണ്ടാകും. സ്കൂൾ കഴിഞ്ഞാൽ തിരിച്ച് വരുമ്പം ബാഗ് താഴെ വയ്ക്കാൻ സമയം കിട്ടത്തില്ല, കട്ടയിൽ അങ്ങ് കമന്ന് വീഴും, ബാഗടക്കം വീണിട്ട് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് തളർന്ന എണീക്കുന്നത്. എൻ്റെ അടുത്ത് പറയും അപ്പോൾ വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞേ വാനിൽ ഞാൻ വരുന്നില്ല, ഒരു 3 കിലോമീറ്റർ ദൂരേ ഉള്ളൂ, എന്നാലും നമുക്ക് സമയം കിട്ടത്തില്ലല്ലോ. ഇവർ രണ്ടുപേരും ഇങ്ങനെ പറയും. ചില പിള്ളേർ രാവിലെ ആണെങ്കിൽ അങ്ങനെ കുളിച്ചതുപോലെ സ്പ്രേ അടിച്ചുകൊണ്ട് കയറുമ്പോൾ ഇവർക്ക് പിന്നെ അന്ന് ഗതികേടാണ്. അങ്ങനത്തെ ബുദ്ധിമുട്ടിൽ പോയിക്കൊണ്ടിരുന്നു. ഇവൻ ഉടമ്പടി തൈലം രാവിലെ നെറ്റിയിൽ ഇട്ടിട്ട് പോകും സ്കൂളിൽ. അതിനു മുമ്പ് 3-4 കൊല്ലം ഈ ഹോമിയോപ്പതി കൊലസേരത്തുള്ള ശാരദാകൃഷ്ണ ഹോമിയോ മെഡിക്കൽ കോളേജിലൊക്കെ പോയി കാത്തിരുന്നിരുന്നു തളർന്ന് മരുന്നെടുത്തിട്ട്. 3-ാം പക്കം ഇവൻ വന്ന് പറയുകയാണ്, അപ്പം നമ്മൾ ഇത്ര ദിവസം മരുന്നെടുത്തതെല്ലാം വേസ്റ്റ്, ഈ തൈലമാണ് ബെസ്റ്റ്. അങ്ങനെയെന്ന് 3-ാം പക്കം റെഡിയായി വരുന്നു. ഇപ്പോൾ എത്ര ഐസ്ക്രീം കുടിക്കാം, ഏത് എ സിയിൽ വേണമെങ്കിലും ഇരിക്കാം, ഒരു കുഴപ്പമില്ല. സ്റ്റഡിക്കൊക്കെ ഇപ്പോൾ പോകുമ്പോൾ ഒരു ദിവസം ഫുൾ എ സി കളിലൊക്കെ ഇരുന്ന് വരുന്നത്, ഒരു കുഴപ്പമില്ല. അതുപോലെ ഇവന് ടോൺസിലിൻ്റെ പ്രോബ്ലം. ചെറിയ എന്തെങ്കിലും വെള്ളം കുടിക്കുന്നതിന് മുമ്പേ ഇങ്ങനെ വെക്കി നടക്കും. ഒരു 25 ഐസ്ക്രീം ഇപ്പം കൊടുത്താലും കുടിക്കും. അങ്ങനെ ഇതൊക്കെ ഈ വിശുദ്ധ വസ്തുക്കളാണ് ഉപയോഗിച്ചിട്ടാണ്. ഇവ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇടയ്ക്ക് ഞാൻ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുമ്പം ഇന്ന് ഒരു ചെറുക്കൻ സിപ്പപ്പ് വാങ്ങിച്ച് തന്ന് കുടിച്ചെന്ന്. ഞാൻ പറഞ്ഞു ഇതൊക്കെ എന്തിനാണ് വാങ്ങിച്ച് കുടിക്കാൻ പോയത്, നിനക്കിത് ഉള്ളതല്ലേ, തിരിച്ചിത് വരുമല്ലോ. അങ്ങനെയെന്നോ അവൻ എൻ്റെ അടുത്ത് പറയുകയാണ്, ഉപ്പും തേനും ഉള്ളപ്പോൾ എന്തിനാണ് പേടിക്കുന്നതെന്ന്. നമ്മുടെ വീട്ടിലെ കൃപാസനത്തിലെ ഉപ്പും തേനും ഉള്ളപ്പോൾ എന്തിനാണ് പേടിക്കുന്നതെന്ന് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അത്രയും വിശ്വാസമാണ് ഇവർക്ക്. പിന്നെ വേറെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്.
ആ അതുപോലെ ഒരു ദിവസം രാവിലെ 4:30 ആകുമ്പോൾ ഞങ്ങൾ എണ്ണീറ്റ് ഇവൾ അടുക്കളയിൽ വെള്ളം നടത്താൻ പോയി. അപ്പോഴത്തേക്ക് കറണ്ട് പോയപ്പോൾ ഞങ്ങൾ ഈ കൃപാസന മാതാവിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്, തൃതീയത്തിൻ്റെ ഫോട്ടോ വെച്ച് പ്രാർത്ഥിക്കുന്ന സ്ഥലം. ഇവിടെ സ്ലാബിൻ്റെ പുറത്ത് ഞാൻ നോക്കുമ്പോൾ ഭയങ്കര ഇരുട്ട്, പക്ഷേ കാശ് രൂപം കിടപ്പുണ്ട് നല്ല തിളക്കത്തിൽ. അപ്പോൾ ഞാൻ വിചാരിച്ച് റേഡിയം ഉള്ളതാണോ കാശ് രൂപം. ഇവൾ ഇതുവരെ എൻ്റെ അടുത്ത് ഇത് പറഞ്ഞില്ലല്ലോ, ഈ കാശ് രൂപത്തിന് റേഡിയം കൊണ്ടുവന്ന് അത്ര ഇരുട്ടിൽ ഇങ്ങനെ തിളങ്ങി കാണുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പരവേശം പിടിച്ച് ഇങ്ങനെ എടുത്തു നോക്കുമ്പം ആ കാശ് രൂപം ഇല്ല, ചെറിയൊരു കൊന്തയുടെ റേഡിയം വെച്ച മോതിരം. അതിൽ ഈ രൂപമോ ഒന്നും ഇല്ലാത്ത ഒരു കൊന്ത മോതിരമാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ ഞാൻ കണ്ടു. അതുപോലെ പല പ്രാവശ്യം മുല്ലപ്പൂവിൻ്റെ മണം എന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ തന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല, അതുപോലത്തെ മണമായിരിക്കും. ഒരു ദിവസം രാത്രി ഉറങ്ങി എണീക്കുമ്പം ഈ ഉരുക്കെണ്ണ എന്ന് വെച്ചാൽ പഴയ കാലത്തൊക്കെ ഈ പാല് പിഴിഞ്ഞ് ഉരുക്കിയെടുക്കത്തില്ലേ, അതുപോലത്തെ എണ്ണയുടെ ഒരു മണം ഒറ്റ രാത്രിക്ക് വേണം നോക്കുമ്പോൾ അതില്ല. അതുപോലെ നെയ്യുടെ മണം, ഒരു വ്യത്യാസം നെയ്യുടെ മണം, ഇങ്ങനെയൊക്കെ പല സുഗന്ധ അഭിഷേകം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇവനാണെങ്കിൽ ഒരു ദിവസം രാവിലെ എണ്ണീറ്റ് 5 മണിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു 5:30 ആകുമ്പം എൻ്റെ അടുത്ത് പറഞ്ഞാൽ അപ്പോൾ ഒരു ഗ്രേ കളർ ആൾ ഇപ്പോൾ പോയതുപോലെ എന്നൊരു സൗണ്ട് ആ വാതിലിൽ കൂടെ ഒറ്റ ദിവസം അത് കണ്ടായിരുന്നു. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് റെഡിയായി വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് ആരെങ്കിലും ഈ സൈനസ് ഈ അലർജിയൊക്കെ മാറത്തില്ലെന്ന് പറയുമ്പോൾ ചിരിയാണ് വരുന്നത് കേൾക്കുമ്പോൾ. എല്ലാവരും പറയും ഇതൊന്നും മാറത്തില്ല. ആരെങ്കിലും പറയുമ്പോൾ ഇങ്ങനെ സൈനസ് അലർജിയൊക്കെ പറയുമ്പം ഞാൻ അടുത്ത് കേട്ടോണ്ടിരിക്കുമ്പോൾ എനിക്ക് ചിരി വരും. യുവമാർ മണ്ടന്മാർ ഇങ്ങനെ പറയുന്നുണ്ട്, കൃപാസനത്തിൽ പോയതൊക്കെ മാറി കിട്ടുമല്ലോ. ഞാൻ ഉടനെ മാതാവിനെക്കുറിച്ച് പറയും, ഈ എനിക്കിങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ഇതിനേക്കാളും ഭയങ്കരമായിട്ടുള്ളതാണ് എനിക്ക്. തിരുവനന്തപുരത്ത് മഴ പെയ്താൽ 50 കിലോമീറ്റർ ഉണ്ട് ഞാൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക്. തിരുവനന്തപുരത്ത് മഴ പെയ്താൽ അന്ന് എനിക്ക് പാരസെറ്റമോൾ കഴിക്കണം, എന്നിട്ടോ പുതപ്പെടുത്ത് ബെഡ്ഷീറ്റ് നല്ല കട്ടി ബെഡ്ഷീറ്റ് വേണം, പുതച്ചങ്ങനെ കിടക്കണം കുറേ സമയം, എൻ്റെ ദേഹം ചൂട് കയറ്റാൻ വേണ്ടിയിട്ട്, തണുത്ത് വിറയ്ക്കും. ഈ പൂച്ചയുടെ സ്വഭാവം പോലെയാണ് എൻ്റെ പച്ചവെള്ളം കണ്ട അലർജി. അങ്ങനെ ഇപ്പം ഇതെല്ലാം കഴിഞ്ഞ് നിൽക്കുകയാണ്. പക്ഷേ ഒരു നേരം ആഹാരം കഴിച്ചില്ലെങ്കിൽ കുഴഞ്ഞു പോകും. ഇന്നലെ രാത്രിയിൽ 10 മണിയായപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് തിരിച്ചതാണ്, 8 മണിയാകുമ്പോൾ എല്ലാം കഴിച്ചത്. ഇന്ന് 7 മണിക്ക് രാവിലെ 6:30 ആകുമ്പോൾ ഇവിടുന്ന് ഒരു ചായയും എന്തോ ഒരു വത്സയെന്ന് പറഞ്ഞ് എനിക്ക് ആ പേരെ കേട്ടപ്പോൾ തന്നെ ചിരി വന്നു, വത്സ വേണമെന്ന്. അതൊരു സംഭവം ഞങ്ങൾ കഴിച്ചിട്ടാണ് ഇതാ നിൽക്കുന്നത്. ഇന്ന് ഞാൻ ഇവിടുന്ന് ഇപ്പോൾ ഉടമ്പടി എടുത്തു, അതാ കുറച്ച് ലേറ്റായതുവരെ. എനിക്ക് ഉടമ്പടി എടുക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അവൾ ഉടമ്പടി എടുത്തെങ്കിലും ഞങ്ങൾ അങ്ങനെയല്ല, എല്ലാവരും ഒരുമിച്ചാണ് ചെയ്യുന്നത്. കുമ്പസാരം ഞങ്ങൾ ഒരുമിച്ച് ചെയ്യും, കുടുംബ പ്രാർത്ഥന ഒരുമിച്ചിരിക്കും. ഞാൻ ചിലപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് താമസിച്ച് വന്നാലും അത് ഇവർ വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഞങ്ങൾ ജോമാല ചൊല്ലി പ്രതീക്ഷീകരണ പ്രാർത്ഥന, ശയന പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ കിടക്കത്തുള്ളൂ, കാത്തിരുന്നിട്ട്. രാവിലെ അതുപോലെ അലാരം വെച്ചിട്ട് 4:30 എണ്ണീറ്റ് 5 മണിയാകുമ്പം ജപമാല തുടങ്ങും. 5:20 5:25 ആകുമ്പം ജപമാല പ്രതീക്ഷീകരണ പ്രാർത്ഥന എല്ലാം കഴിയും. 5:30 ഡെയിലി ബ്രെഡ്. ഇത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പോകണമെങ്കിൽ പോകും, അല്ലെങ്കിൽ ചിലപ്പം അങ്ങ് കിടക്കും, അല്ലെങ്കിൽ ഞങ്ങൾ ബൈബിൾ വായിക്കും കുറച്ച് സമയം ഇങ്ങനെ. അപ്പോൾ ഞങ്ങൾ തമിഴാണ്, എനിക്ക് പറയാനും വായിക്കാനും അറിയാം മലയാളം, പക്ഷേ എഴുതാൻ അറിയത്തില്ല. ഞാൻ പഠിച്ചതൊക്കെ ഞങ്ങൾ തമിഴ്നാടല്ലേ. അപ്പോൾ ഇത് ബൈബിൾ ഇടയ്ക്കിടയ്ക്ക് ആദ്യം തുടക്കകാലത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയിട്ട് ബൈബിൾ തുറക്കുമ്പോൾ വരും ഇങ്ങനെ തമിഴ് ബൈബിളിൽ എഴുതിയിട്ടുള്ളത്, ഉന്നെ പടുകുഴിയിലിരുന്ന് മീട്ടേൻ തൂക്കിനേൻ, നോയ്കളിൽ ഉന്നെ വിടുവിത്തേൻ, ഉന്നെ എനിക്ക് പണിവിടെ പ്രിയവും എനിക്ക് ധൂപം കാട്ടവും ഏർപ്പെടുത്തിനേൻ. അങ്ങനെ പറയുമ്പോൾ ഇതെന്താ, എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ അല്ലെങ്കിൽ ധൂപം കാട്ടാന്ന് വെച്ചാൽ എനിക്ക് 47 വയസ്സായി, ഇനി എവിടെ എടുക്കാനാ? അങ്ങനെയൊന്നും ഒരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മക്കൾ രണ്ടും ഇപ്പോൾ അൾത്താരയിൽ ശുശ്രൂഷയാണ്. അൾത്താറ ശുശ്രൂഷയ്ക്ക് ഭയങ്കര ബ്രില്യൻ്റാണ്. ഇപ്പോൾ ഇവർ ഉണ്ടെങ്കിലേ കാര്യങ്ങളുള്ളൂ. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇവരിപ്പോൾ പറയും, ഇവരെങ്ങനെ ഇപ്പോൾ നേരത്തെ എങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഐസ്ക്രീമൊക്കെ എങ്ങനെ കുടിക്കും. അതുപോലെ ഇവൻ്റെ പഠിത്തക്കാരിയാവും. പഠിത്തക്കാരിയും ഇവർ കുറച്ച് ഡിലേ ആയിരുന്നു, ഡള്ളായിരുന്നു. ഇപ്പം 1ാമനാവും. അവനും അതുപോലെ. ഇനി ഇപ്പോൾ ഇവരെ കൊടുക്കാം. ഇവൻ്റെ நேரமே எல்லாம் மேரேஜ் ஃபங்க்ஷனுக்கு போனால் ஐஸ்கிரீம் வைக்கும்போது அம்மா அப்பான்னு சொல்லுவாங்க இவனுக்கு வைக்கண்டாம் சாப்பிட மாட்டான்னு. ஆனால் இப்போது டெய்லியுமே காலமே உடம்படி தைலம் கழுத்தில் பூசினதுக்கப்புறம் இப்போ எவ்வளோ ஐஸ்கிரீம் வேணாலும் குடிக்கலாம், ஒன்றுமே பிரச்சனை இல்லை. அப்பா சொன்னது உண்மை தான். எனக்கு வந்து மைக்ரைன் பிரச்சனை இருந்து படிப்பில் எல்லாம் கொஞ்சம் இன்ட்ரெஸ்ட் உண்டு. இந்த டெக்ஸ்ட் புக்கு பார்க்கும்போது இந்த லெட்டர் எல்லாம் இப்படி உத்து பார்க்கும்போது இப்படி தலைக்கு இப்படி ஏறும்.
தலைக்கறக்கம், வாந்தி, வாமிட் வர மாதிரி, டிசினஸ் எல்லாம் இப்போது எப்படி இல்லாமல் இருக்கும். எக்ஸாம் டைம் எல்லாம் சொல்லியும் பலம் இல்லை, அப்படி இருக்கும். கஷ்டம்னா கஷ்டம். எங்கள் பிடி பீரியடெல்லாம் 2 மணி 2:45 வரை, அப்படின்னா நடுவெயில் தலையில் அப்படி அடிக்கும். அப்போ விளையாட முடியாது, போக முடியாது. அங்கே கிரவுண்டுக்கு போனால் அப்படி 1 நிமிஷம் கொஞ்சம் நேரம் அப்படி கிரவுண்டு போவேன், திருப்பி வருவேன், கிரவுண்டு போவேன், திருப்பி வருவேன், அப்படி. அடுத்து வேனில் எல்லாத்தையும் அடைச்சி போட்டு ஏசி போட்டு, அது ஒரு பிரச்சனை. எல்லோரும் பேசி திரிச்சு ஜாலியாக இருப்பேன். நான் அங்கே ஒரு மூலையில் அப்படி அனங்காது இருப்பேன். அப்படின்னா அனங்குனா ஒரு மாதிரி வரும். ஆல்ரெடி இந்த பிரச்சனை. அடுத்து இந்த மழை சமயம் இல்லாமல் தணுப்பு, அந்த மண்ணில் உள்ள வராமல் இருக்க ஜன்னல் எல்லாம் பூட்டி போடுவேன், ஒன்றுமே வராது. அது பின்ன சொல்லியும் நல்லா கஷ்டப்பட்டேன். வீட்டில் வந்து ஒன்றுமே பண்ண முடியாது, கொஞ்சம் நேரம் அப்படி கிடப்பேன். இங்கே வீட்டில் அம்மா கேட்கும், என்ன நான் இருக்க கஷ்டத்துக்கு இங்கே அம்மான்னு விழிக்கும் பவர் இருக்காது. இப்போ தான் உங்களுக்கு தெரியுதுன்னு தோணுது. ഓക്കെ അவ்வளோதான். പിന്നെ കാരുണ്യ പ്രവൃത്തി, പ്രേക്ഷിത പ്രവൃത്തി എന്ന് വെച്ചാൽ ഞങ്ങൾ പത്രം കൊണ്ടുപോയിട്ട് ഈ 3 മാസത്തേക്കൊന്നും വയ്ക്കത്തില്ല. ഓരോ കെട്ട് പത്രം ഓരോ മാസം അങ്ങനെയല്ലേ തന്നെ വയ്ക്കുന്നത്. ഞങ്ങൾ മാക്സിമം ഒറ്റ ദിവസം കൊണ്ടൊക്കെ കൊടുത്ത് തീർക്കും. മാർത്താണ്ഡ ബസ് സ്റ്റാൻഡ്, ഓട്ടോ സ്റ്റാൻഡ്, പോകുന്ന വഴിക്ക് ബസ് സ്റ്റോപ്പുകൾ, പള്ളിയിൽ, അങ്ങനെയൊക്കെ. പിന്നെ ക്യാൻസർ പേഷ്യൻ്റെയൊക്കെ പോയി കാണും. നമ്മളെ ഇടവകയിലുള്ള ഒരുപാട് പേർക്ക് ഇപ്പം കുറേ പേർക്ക് ക്യാൻസർ അങ്ങനത്തെ രോഗങ്ങളൊക്കെ ബാധിച്ച് വലിയ പ്രതിസന്ധിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അവരെ കാണും, അവർക്ക് വേണ്ട സംഭവങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. ഞങ്ങളുടെ പള്ളിയിൽ ഞങ്ങൾ ഒരു സംഘടനയിലുണ്ട്. ഇതിൽ 10-15 ആണുങ്ങളാണ് ഉള്ളത്. ആണുങ്ങളും പെണ്ണുങ്ങളെല്ലാം കൂടെ ഞങ്ങൾ കുറേശ്ശെ പൈസ ആയിട്ട് ഞങ്ങൾ ഉള്ളതുപോലെ 5000-ഓ 7000-ഓ അങ്ങനെ ആവശ്യമുള്ളതുപോലെയൊക്കെ കൊടുത്ത് സഹായിക്കും. நான் மலையாளம் தமிழ் தான் சொல்லுவேன். என் அம்மாவை பொறுத்த வரைக்கும் என் ஹஸ்பண்டுக்கு வந்து சைனஸ்னால் நான் மேரேஜ் முடிஞ்சு வந்ததுக்கப்புறம் ஃபுல்லாக நாட்டு மருந்து, சுக்கு, மிளகு, திப்பிலி, திரிகடுகம், கண்டங்கத்திரி, அப்படி நான் கேட்காத மருந்துகளே கிடையாது. அது ரொம்ப கவலை. பிள்ளைக்கு அது மாதிரி தலைவலின்னு ரொம்ப கஷ்டப்படுவான். சின்ன அது மாதிரி எனக்கு 3 பேருமே நோயாளிங்க. அப்போ நான் மாத்திரம் நல்லா இருப்பேன். அப்போ எனக்கு ரொம்ப வருத்தம். அப்பாவோட நோய் பிள்ளைக்கு இருக்குது. இப்போ அது எந்த அம்மாவுக்கு ரொம்ப கவலை. இவங்களுக்கு ஒரு இருமல்னா அவங்க சொல்ல மறந்துட்டாங்க. 5 நிமிஷம், 10 நிமிஷம், 15 நிமிஷம், 3/4 மணிக்கூர் அப்படி இருமுவாங்க. கண்டினியூஸாக இருமுவாங்க. இருமிட்டு வாமிட் பண்ணிவிட்டு ஸ்ட்ரைட்டாக நிற்க முடியாது, இப்படி தான் நிற்பாங்க. ஸ்டார்டிங்கில் நான் அப்படியே முடிஞ்சிட்டு ரூமில் அப்படி முதுகெல்லாம் தடவிட்டு அப்படியே கொண்டு படுத்து வைப்பேன். லாஸ்ட் நான் தடவை போக மாட்டேன். மனம் முடிஞ்சு அப்படின்னா அவங்க இருமுவாங்க, நான் அப்படி இருந்து அழுதுட்டு இருப்பேன். ஏன்னா 5 வருஷமாக எந்த டாக்டர் எந்த நோயின்னு கண்டுபிடிக்கலை. என்ன நோயின்னு எனக்கு தெரியாது. ஆஸ்துமா கிடையாது, எந்த ப்ராப்ளம் எந்த டாக்டரும் கண்டுபிடிக்கலை. இங்கே வந்து உடன்படிக்கை எடுக்க வந்து 5ஆவது நாள் அந்த இருமல் சரியாச்சு. இவங்கள எல்லாம் ஊரில் வந்து நைட்டெல்லாம் இருமும், அந்த ஏரியாவே கிடுங்கும். ஜபாய்க்கு வையாமா அப்படி ஒரு 70-80 வயசான ஆட்கள் இரும்பு நான் ஒரு அனுதாபப்பட்டு பார்ப்பாங்களே, இன்றைக்கி நாளைக்கு இறந்து போவாங்க, அந்த மாதிரி இருப்பாங்க. வெளியே ஆனால் பர்ஃபெக்டாக ட்ரெஸ் பண்ணுவாங்க, ஸ்டைலாக போவாங்க. அப்படி இப்போ எனக்கு என்னதான் மனுஷ பணம் சொத்து உண்டோ இல்லையோ அதெல்லாம் வேறு. ஒரு நோயிலேருந்து விடுபட்டு அந்த வீட்டில் என்ன ஒரு சொர்க்கம் நான் அனுபவிச்சுட்டு இருக்கேன். இந்த அம்மா நான் சொல்ல வேண்டியது, இந்த நடையில் அம்மா வீட்டில் போனால் அம்மா வெறுங்கையோட விட மாட்டாங்க. அது மாதிரி இந்த நடையில் வந்து கண்ணீரோட ஒரு துளி கண்ணீரோட ஜெபம் பண்ணால் அந்த கண்ணீர் கண்டிப்பாக பலன் உண்டு. ஏன்னா நான் வந்து இவங்க இருக்கலை, ஃபேனெல்லாம் அந்த எண்டில் ஜெபம் பண்ணிட்டு இருந்தாங்க, நான் இந்த எண்டில். இவங்க இருமல் ஸ்டார்ட் ஆச்சு. அப்போ நினச்சி இயேசுவே இப்போ இருமிட்டாங்களே, இப்போ இந்த ஏரியாவில் யாருக்கு இருக்க முடியாது. நான் ப்ரேயர் பண்ண ஸ்டார்ட் பண்ண விஷயம் வேறு. அதெல்லாம் தூர விட்டுட்டு என்னை நோய் குறைஞ்சா மாதிரின்னு அங்கே அரை மணிக்கூர் அழுதேன். ஆனால் அந்த விடுதலை அது எப்படி மருந்து சாப்பிட்டா கிடைக்க சுகம், உடம்பு வலி இருக்கும், டயர்டு இருக்கும். ஆனால் கடவுள் தர சுகம் வந்து நம்ம சொல்லி அனுபவிக்க முடியாது. அந்த சுகம் நல்லா அனுபவிச்சிட்ருக்கேன். இத்தனை கோடான கோடிகள் அந்த அம்மா மாவதாவுக்கும் ஏசப்பாயும்